നമസ്കാരം. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഡാറ്റ എൻട്രി ജോലി നോക്കുന്നവർക്കുള്ള ഒരു നല്ല അവസരം. ഏതാണ്ട് 300ഓളം ഒഴിവുകളിലേക്ക് ഒരു റിക്രൂട്ട്മെന്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റേഴ്സിന് നടക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ജോലി നോക്കുന്നവർക്ക് 2 കമ്പനികളിലെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ജോലികളെ കുറിച്ച് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ കൂടാതെ അശോക് ലൈലാൻഡ് നമ്മുടെ രാജ്യത്തെ ഒരു വലിയ ബസ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ മാനുഫാക്ചറിങ് കമ്പനിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ അശോക് ലൈലാൻഡിലേക്ക് ഒരു റിക്രൂട്ട്മെന്റിനെ കുറിച്ച് മറ്റു ചില അവസരങ്ങളുമൊക്കെ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. നമ്മുടെ കേരളത്തിലെയൊക്കെ 2 റിക്രൂട്ട്മെന്റുകളെ സൂചിപ്പിക്കുന്നതിന് മുമ്പായിട്ട് IT മേഖലയിൽ, പ്രത്യേകിച്ച് ഈ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് മേഖലയിലൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മികച്ച ജോലികളിലേക്ക് എത്തുവാൻ സഹായകരമായിട്ടുള്ള ഒരു ജോബ് ഹണ്ടിനെ കുറിച്ച് ഞാൻ ആദ്യം ഒന്ന് സൂചിപ്പിക്കാം. ഒരു ജോബ് ഹണ്ട് ഞാൻ കണ്ടെത്തിയത് നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോമിലാണ്. ഇവിടെ വന്നാൽ ഏതാണ്ട് 100ഓളം വിവിധ പൊസിഷനുകളിലേക്ക്, അതും 25 ലക്ഷം രൂപ വരെ പ്രതിവർഷ ശമ്പളമുള്ള അവസരങ്ങൾ ലഭ്യമാണ്. അതും പ്രമുഖ കമ്പനികൾ, എറിക്സൺ മുതൽ ടെക് മൈൻഡ് വരെയുള്ള കമ്പനികളിലെ അവസരങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണ്. അപ്പോൾ അതിലേക്കുള്ള ഒരു റിക്രൂട്ട്മെന്റ് ഈ വരുന്ന ജൂൺ 15-ാം തീയതി മുതൽ 17-ാം തീയതി വരെ ഈ ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ജോബ് ഹണ്ട് ഈ നെക്സ്റ്റ് ലെവൽ പ്ലാറ്റ്ഫോമിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഒരു AI ഇന്റർവ്യൂ പ്രോസസ്സിലൂടെ നിങ്ങൾക്ക് ഈ അവസരങ്ങളിലേക്ക് എത്തുവാനായിട്ട് കഴിയും. അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയായിരിക്കും എന്ന് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോമിലേക്ക് എത്താം. എത്തിയിട്ട് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് നൽകി സൈനപ്പ് ചെയ്യാം. സൈനപ്പ് ചെയ്ത് കഴിയുമ്പോൾ ആദ്യം ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ്റർവ്യൂ ആണ്. അത് നിങ്ങൾ എടുക്കുക. അത് നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ പേഴ്സൺ ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ നടക്കും. ആ ഇൻ്റർവ്യൂ കൂടെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അവസരങ്ങളിലേക്ക് എത്തുവാൻ കഴിയുകയും ചെയ്യും. അപ്പം ഇതിൻ്റെ എലിജിബിലിറ്റി ഒന്നും ഇവർ സൂചിപ്പിക്കുന്നില്ല. ഫ്രഷ് ഗ്രാജുവേറ്റ്സ് അല്ലെങ്കിൽ ഈ IT മേഖലയിൽ താല്പര്യമുള്ള ആർക്കും ഇതിൽ പങ്കെടുക്കാം എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ പോയിട്ട് ഈ AI പ്രോസസ്സ് ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. വിജയിച്ചാൽ ഡയറക്റ്റ് ഇൻ്റർവ്യൂയിലൂടെ തന്നെ ഈ വലിയ അവസരങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഈ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് മേഖലയിലെ ഈ വലിയ അവസരങ്ങളിലേക്ക് എത്തുവാൻ കഴിയും. അടുത്ത അവസരം നെറ്റ് സ്റ്റാർട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു IT കമ്പനിയിലേക്കാണ്. ഇവർ കൊച്ചിയിലേക്ക് ജൂനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന തസ്തികയിലേക്ക് ഒരു ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. നെറ്റ് സ്റ്റാർട്ടം എന്നുള്ള കമ്പനി ഒരു US ബേസ്ഡ് കമ്പനിയാണ്. വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തനങ്ങളുള്ള, നമ്മുടെ ഇന്ത്യയിൽ കൊച്ചിയിലും ഒക്കെ പ്രവർത്തനമുള്ള ഒരു കമ്പനിയാണ്. ഇവര് ഫ്രഷേഴ്സിനെയും ഒരു 2 ഇയറിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളവരെയുമാണ് ജൂനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന തസ്തികയിലേക്ക് ഹയർ ചെയ്യുന്നത്. കൊച്ചിയിലേക്കായിരിക്കും. സാലറി ആസ് പെർ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ജോബ് ഡിസ്ക്രിപ്ഷൻ ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. ജൂനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, യു പ്ലേ എ വൈറ്റൽ റോൾ ഇൻ ഡെവലപ്മെന്റ്, ഡിസൈൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ജോലിയുടെ ഒരു നേച്ചറും ഒക്കെ ഇവിടെ ജോബ് ഡിസ്ക്രിപ്ഷൻ നൽകുന്നുണ്ട്. ആരെയായിരിക്കും ഹയർ ചെയ്യുക, ക്വാളിഫിക്കേഷൻ ഒന്നും സൂചിപ്പിക്കുന്നില്ല. എന്നാൽ IT-യിൽ സ്കില്ലുള്ള അല്ലെങ്കിൽ IT-യിൽ ഏതെങ്കിലും കോഴ്സ് കഴിഞ്ഞവർ, ഉദാഹരണത്തിന് BCA അല്ലെ MCA അല്ലെ BTech കമ്പ്യൂട്ടർ സയൻസ്, IT അങ്ങനെയൊക്കെ ഉള്ളവർക്കായിരിക്കും കൂടുതൽ ചാൻസ് ലഭ്യമാവുക. അപ്പോൾ നോക്കുക, ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് റീസെന്റ് ഗ്രാജുവേറ്റ് വിത്ത് C അല്ലെങ്കിൽ C++ അല്ലെങ്കിൽ ജാവ, സിയോ C++ഓ ജാവയോ അറിയണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പ്രോബ്ലം സോൾവിങ് ആൻഡ് അനാലിറ്റിക്കൽ സ്കില്ല്, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ക്വാളിഫിക്കേഷൻ സൂചിപ്പിക്കുന്നില്ല. അപ്പം IT-യിൽ ഏതെങ്കിലും ഒക്കെ കോഴ്സ് കഴിഞ്ഞവർ അല്ലെങ്കിൽ C++ഓ ജാവയോ ഒക്കെ അറിയാവുന്ന ഫ്രഷേഴ്സിനും 2 ഇയറിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഈ അവസരങ്ങളിലേക്ക് എത്താം. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ jobsbridge.com എന്ന സൈറ്റിൽ പോയിട്ട് ടെക്സാറ്റൺ എന്ന് സെർച്ച് ചെയ്ത് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുവാൻ കഴിയും. ഇനിയും മെരിയൻ കോളേജ് കുട്ടിക്കാനം, ഞങ്ങളുടെ കോളേജിൽ ലഭ്യമായിരിക്കുന്ന 3 അവസരങ്ങൾ, അതിനെക്കുറിച്ച് ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. അസോസിയേറ്റ് പ്രൊഫസേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. കമ്പ്യൂട്ടർ സയൻസിന്റെ സെൽഫ് ഫിനാൻസിങ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഈ ഹയറിംഗ് നടത്തുക. ഇവരോട് സൂചിപ്പിക്കുന്നുണ്ട് മിനിമം ഓഫ് 55% ഫോർ പോസ്റ്റ് ഗ്രാജുവേഷൻ. അപ്പം കമ്പ്യൂട്ടർ സയൻസിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസോ MCO ഒക്കെ മിനിമം 55% മാർക്ക് ഉള്ളവർക്ക് അപേക്ഷിക്കാം. എന്നാൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്, PhD അല്ലെങ്കിൽ നെറ്റ് ഒക്കെ ഉള്ളവർ ഡിസേറബിൾ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ അവസരത്തിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. 17th ആണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പം ജൂൺ 17th മുമ്പായിട്ട് അപേക്ഷിക്കുക. രണ്ടാമത്തെ അവസരം മെരിയൻ കോളേജിൽ തന്നെ റെസിഡന്റ് ഇലക്ട്രീഷ്യൻ ആൻഡ് പ്ലംബർ, ഈ ഒരു തസ്തികയിലേക്കും ഹയറിംഗ് നടക്കുന്നുണ്ട്.
റെസിഡന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കോളേജിൽ താമസിച്ചുകൊണ്ട് തന്നെ ജോലി ചെയ്യേണ്ടതായിട്ട് വരും. ഫുഡ് അക്കോമഡേഷൻ ഒക്കെ കോളേജിൽ ലഭ്യമാക്കും. അപ്പോൾ കേരള സ്റ്റേറ്റ് ലൈസൻസ് ഉള്ള ഈ മേഖലയിൽ അറിവുള്ള ഒരു ഡിപ്ലോമയൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നൽകുന്നുണ്ട്. മൂന്നാമത് റെസിഡന്റ് മെയിൽ റിസപ്ഷനിസ്റ്റിനെയും ഹയർ ചെയ്യുന്നുണ്ട്. ഇത് കോളേജ് ഹോസ്റ്റലിന് വേണ്ടിയിട്ടായിരിക്കും. അതായത് സ്റ്റുഡൻസിൻ്റെ ഡിസിപ്ലിനൊക്കെ എൻഷുർ ചെയ്യുക, അതേപോലെ സ്റ്റുഡൻസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെ മാനേജ് ചെയ്യുകയൊക്കെയാണ്. അപ്പം ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയോ ഡിപ്ലോമയോ ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഡ്രൈവിംഗ് ലൈസൻസ് കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. വർക്കിംഗ് അവേഴ്സ് ഒക്കെ ഫ്ലെക്സിബിൾ ആയിരിക്കും എന്നും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഫുഡ് അക്കോമഡേഷൻ ഒക്കെ ലഭ്യമാകും. അപ്പോൾ ഈ 3 അവസരങ്ങൾ ഇതിൽ ഈ ഇലക്ട്രീഷ്യൻ ആൻഡ് പ്ലംബറിലേക്ക് ജൂൺ 16 വരെ അപേക്ഷിക്കാം. മറ്റ് 2 തസ്തികകളിൽ ജൂൺ 17 വരെയും അപേക്ഷിക്കാം. ഇതിൻ്റെയും കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. താല്പര്യമുള്ളവർക്ക് അവിടെ പോയിട്ട് ആ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യാൻ കഴിയും. നമുക്ക് അടുത്ത അവസരം പരിശോധിക്കാം. അടുത്ത അവസരം അശോക് ലൈലാൻഡിലാണ്. അശോക് ലൈലാൻഡ് നമുക്ക് ഒരു ആമുഖം വേണ്ടാത്ത കമ്പനിയാണ്. ഒരു ഇന്ത്യൻ മൾട്ടിനാഷണൽ കമ്പനിയാണ്. ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹിന്ദുജ ഗ്രൂപ്പിൽ നിന്നുള്ള ഒരു കമ്പനിയാണ് അശോക് ലൈലാൻഡ്. നമ്മുടെ നാട്ടിലൊക്കെ ഒത്തിരി ബസ്സുകൾ അശോക് ലൈലാൻഡ് നമ്മൾ കണ്ടിട്ടുണ്ട്. മറ്റ് പല വാഹനങ്ങൾ നിർമ്മിക്കുന്ന ഓട്ടോമൊബൈൽ മാനുഫാക്ചറിങ് കമ്പനിയാണ് അശോക് ലൈലാൻഡ്. ഇവരിൽ ഈ കമ്പനിയിൽ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനി എന്ന അവസ്ഥയിലേക്ക് ഒരു റിക്രൂട്ട്മെന്റ് ഡ്രൈവ് ഇപ്പം നടക്കുന്നുണ്ട്. ഇലാഹിയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയാണ് ഇത് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ബിടെക് അത് 2023 24 പാസ് ഔട്ട് ആയിട്ടുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രത്യേകിച്ച് മെക്കാനിക്കൽ, ഓട്ടോമൊബൈല്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ഈ ബ്രാഞ്ച് കഴിഞ്ഞവർക്കായിരിക്കും അവസരങ്ങളുള്ളത്. അപ്പോൾ ഇതിന് ജൂൺ 14 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഇതിൻ്റെയും കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നുണ്ട്. അവിടെ പോയിട്ട് അപേക്ഷിക്കാം. അടുത്ത അവസരം ബയാസിസ് എന്ന് പറഞ്ഞിട്ടുള്ള കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു IT കമ്പനിയിലേക്കാണ്. കമ്പനിയിലേക്കുള്ള ഒരു റിക്രൂട്ട്മെന്റ് വൺ ടീം സൊല്യൂഷൻ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രോഗ്രാമർ ട്രെയിനി എന്ന അവസ്ഥയിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. BCA അല്ലെങ്കിൽ MCA അല്ലെങ്കിൽ BSc അല്ലെങ്കിൽ MSc അത് കമ്പ്യൂട്ടർ സയൻസിലോ IT-ലോ കഴിഞ്ഞവർ, അല്ലെങ്കിൽ BTech MTech കമ്പ്യൂട്ടർ സയൻസിലോ IT-ലോ കഴിഞ്ഞവർ, അല്ലെങ്കിൽ ഡിപ്ലോമ കമ്പ്യൂട്ടർ സയൻസിലോ IT-ലോ കഴിഞ്ഞവർ. അത് 2024 പാസ് ഔട്ട് ആയവരോ പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്ക് ഈ റിക്രൂട്ട്മെന്റിൽ പങ്കെടുക്കാം. റിക്രൂട്ട്മെന്റ് നടക്കുന്നത് ജൂൺ 15 വൺ ടീം സൊല്യൂഷൻ ആണ് ഈ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. അപ്പോൾ വൺ ടീം സൊല്യൂഷന്റെ കൊച്ചി എടപ്പള്ളിയിലുള്ള ഓഫീസിൽ വെച്ചിട്ടായിരിക്കും ഈ റിക്രൂട്ട്മെന്റ്. 9:30 വോക്ക് ഇൻ ചെയ്തുകൊണ്ട് ഈ അവസരങ്ങളിലേക്ക് എത്താം. അതിന് അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. അവിടെ പോയിട്ട് രജിസ്റ്റർ ചെയ്തതിന് ശേഷം വേണം ഈ വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ ജൂൺ 15 പങ്കെടുക്കുവാനായിട്ട്. അടുത്ത അവസരം ഡേറ്റ എൻട്രി ഓപ്പറേറ്റേഴ്സിൻ്റെയാണ്. 300ഓളം ഡേറ്റ എൻട്രി ഓപ്പറേറ്റേഴ്സിനെ SBL എന്ന് പറഞ്ഞ കമ്പനി ഹയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ കൊച്ചി ഇൻഫോ പാർക്കിലും തിരുവനന്തപുരത്തും കൊല്ലത്തും ഒക്കെ പ്രവർത്തനമുള്ള വിവിധ നഗരങ്ങളിൽ, വിവിധ രാജ്യങ്ങളിലൊക്കെ പ്രവർത്തനമുള്ള ഒരു കമ്പനിയാണ് SBL എന്ന് പറയുന്നത്. അവരാണ് ഈ 300 ഡേറ്റ എൻട്രി ഓപ്പറേറ്റേഴ്സിനെ ഹയർ ചെയ്യുന്നത്. ഓർക്കുക, നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യാൻ തയ്യാറാകണം. രണ്ടാമത്തെ കാര്യം, മെയിൽ കാൻഡിഡേറ്റ്സിനെ ആയിരിക്കും ഇവരെ ഹയർ ചെയ്യുന്നത്. ഇതിൻ്റെ ഈ ഹയറിംഗ് നടക്കുന്നത് നമ്മുടെ മധുരയിലെ പേർക്കായിരിക്കും എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ഓർക്കുക. മധുരയിൽ, നമ്മുടെ കേരളത്തിനടുത്താണല്ലോ മധുരയിലുള്ള എൽക്കോട്ട് IT പാർക്കിലേക്കായിരിക്കും, പാണ്ടിക്കോവിൽ. അവിടെയാണ് ഈ SBLന്റെ പ്രവർത്തനങ്ങളുള്ളത്. അപ്പോൾ അവിടേക്കായിരിക്കും ഈ ഹയറിംഗ് നടക്കുക. അപ്പോൾ മധുരയിൽ പോയി ഡേറ്റ എൻട്രി ഓപ്പറേറ്റേഴ്സായിട്ട് ജോലി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ ഈ അവസരം ഉപയോഗപ്പെടുത്തുക. ഇതിൻ്റെയും കൂടുതൽ വിവരങ്ങൾ jobsbridge.com എന്ന സൈറ്റിലുണ്ട്. അവിടെ പോയിട്ട് SBL എന്ന് സെർച്ച് ചെയ്ത് ഈ അവസരം കണ്ടെത്താം. അതിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഏതായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ഒക്കെ ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ ചില അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇതൊക്കെ കൃത്യമായ കാര്യങ്ങൾ അതായത് കമ്പനികളുമായിട്ട് അല്ലെങ്കിൽ അവരുടെ ജോബ് നോട്ടിഫിക്കേഷനിലൊക്കെ പോയി വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. അവർക്ക് ഈ റിക്രൂട്ട്മെന്റുകളൊക്കെ സൗജന്യമാണ്. ആരെങ്കിലും പണം ആവശ്യപ്പെട്ടാൽ ശ്രദ്ധാപൂർവ്വം വേണം അതിനെ സമീപിക്കുവാനായിട്ട്. അതേപോലെ അപ്ലൈ ചെയ്യുന്ന എല്ലാവരെയും ഒന്നും ടെസ്റ്റിനും ഇന്റർവ്യൂവിനും കമ്പനികൾ വിളിക്കത്തില്ല. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരെ മാത്രമായിരിക്കും വിളിക്കുക എന്നുള്ള കാര്യം കൂടി ഓർക്കുക. എന്നാലും മാക്സിമം അപ്ലൈ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഏതായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ കരിയർ അറിവുകളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാവും. കൂടുതൽ തൊഴിലവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ jobsbridge.com എന്ന നമ്മുടെ സൈറ്റ് സന്ദർശിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലൂടെയോ ഒക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്.
ഞാൻ ആദ്യം സൂചിപ്പിച്ച അവസരം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ. ഈ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ജോബ് ഹണ്ട് ജൂൺ 15 മുതൽ 17 വരെ നെക്സ്റ്റ് ലെവൽ പ്ലാറ്റ്ഫോമിൽ നടക്കുന്നുണ്ട്. AI ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഈ അവസരങ്ങളിലേക്ക് എത്താം. അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.